നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾക്കിടയിൽ സാധാരണ കേട്ടുവരുന്ന കുറച്ച് വാക്കുകളാണ് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്. എന്നാൽ അത് തമ്മിലുള്ള വ്യത്യാസവും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് നാം നിത്യേന കേൾക്കുന്ന വാക്കുകളാണ് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾ എന്നത്. പണം പിൻവലിക്കാനും പണം നിക്ഷേപിക്കാനും ഒക്കെ പണ്ട് കാലങ്ങളിൽ ബാങ്കുകളിലായിരുന്നു പോയിരുന്നത്. എന്നാൽ ആ രീതി അപ്പാടെ തന്നെ മാറി. ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങളെയാണ് പലരും കൂടുതലായി ആശ്രയിക്കുന്നത്. വിദ്യാർത്ഥികളായിരിക്കുന്നവർ വരെ ഈ രീതിയിൽ പണം കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്നതാണ് വാസ്തവം. ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിവ് പകരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ATM കാർഡ്. ATM കാർഡിന്റെ സഹായത്തോടെ ഏത് ബാങ്ക് ഉപഭോക്താവിനും ATM മെഷീനിൽ നിന്ന് പണം പിൻവലിക്കാം. ഈ കാർഡിൽ മാസ്റ്റർ കാർഡിന്റെയോ റുപ്പയുടെയോ വിസയുടെയോ ലോഗോ ഉണ്ടാവില്ല. ATM മെഷീനിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. ATM മെഷീൻ ഇല്ലാത്തിടത്തും അതിന് പകരം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തിടത്തും ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം പിൻവലിക്കാനാവില്ല. ഇതിൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് വായ്പയും നൽകുന്നില്ല. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡെബിറ്റ് കാർഡിനെ കുറിച്ച്. ATM കാർഡ് പോലെ ഡെബിറ്റ് കാർഡും ഉണ്ട്. അതിൽ മാസ്റ്റർ കാർഡിന്റെയോ റുപ്പയുടെയോ വിസയുടെയോ ലോഗോ ഉണ്ടാവും എന്നതാണ് വ്യത്യാസം. ATM മെഷീനിൽ നിന്ന് പണം പിൻവലിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ ഓൺലൈൻ പേയ്മെന്റുകൾക്ക് ഡെബിറ്റ് കാർഡുകൾ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ്. എല്ലാ ഉപഭോക്താക്കൾക്കും ക്രെഡിറ്റ് കാർഡ് ലഭിക്കില്ല. അർഹതപ്പെട്ട ചിലർക്ക് മാത്രമാണ് ഈ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും ഷോപ്പിങ്ങിനും ഓൺലൈനായിട്ടുള്ള മറ്റ് പേയ്മെന്റുകൾക്കുമെല്ലാം നിങ്ങളുടെ ബാങ്കിൽ പണമില്ലെങ്കിലും ഷോപ്പിങ്ങിനും മറ്റ് ഓൺലൈൻ പേയ്മെന്റുകൾക്കുമായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. എന്നിരുന്നാലും പിന്നീട് നിങ്ങൾ ഈ പണം കുറച്ച് പലിശ സഹിതം ബാങ്കിൽ തിരിച്ചടയ്ക്കണം. ഇതിന് കീഴിൽ നിങ്ങൾക്ക് വായ്പയും എടുക്കാം. ATMൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയും, എന്നാൽ പലിശ ഈടാക്കും. റൂപേ, മാസ്റ്റർ, വിസ കാർഡുകൾ സ്വീകരിക്കുന്ന സ്ഥലത്തും ഇത് ഉപയോഗിക്കാം. വിവിധ തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട്. അവയ്ക്ക് വ്യത്യസ്ത ചിലവ് പരിധികളും ഉണ്ട്. നിങ്ങൾ മാസത്തിൽ പരിധിക്ക് തുല്യമായ തുക ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത സമയ ഇടവേളയിൽ തിരിച്ചടയ്ക്കണം. പണം കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്ക് അധിക നിരക്ക് ഈടാക്കും. വിവിധ തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ പണത്തിന്റെ പരിധി ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് എല്ലാ ATM, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നത് ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു മികച്ച അറിവായിരിക്കും. ഈ അറിവ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ന്യൂസ് ഡെസ്ക്, കേരളീയം.